ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഫിയറ്റ് പുണ്ടോ ആണ് വണ്ടി. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സംടൈം വണ്ടി സ്റ്റാർട്ടാകും, സംടൈം സ്റ്റാർട്ടാകത്തില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലസ്റ്ററിൽ വന്നിട്ട് ഇമ്മൊബിലൈസറിൻ്റെ വാണിംഗ് വന്നിട്ട് നോർമലി ഇത് ജസ്റ്റ് ഒന്ന് കത്തി വരും, എന്നിട്ട് ഓഫായി പോകും. അങ്ങനെ ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാകുള്ളൂ. ഇപ്പോൾ ഇതിൽ വന്നിട്ട് ആ വാണിംഗ് വന്നിട്ട് ഫുൾ ടൈം കത്തി നിൽക്കുകയാണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ വണ്ടി സ്റ്റാർട്ടാവില്ല, ഫ്യൂൽ പമ്പ് ഓണാവില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഇത് ഒരു ഫിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊതുവായി കാണുന്നൊരു കംപ്ലയിൻ്റാണ്, കോമൺ കംപ്ലയിൻ്റുകളാണ്. പക്ഷേ ഈ കംപ്ലയിൻറ്റുകളെ പറ്റി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഇതിന് പമ്പ് പണി ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് പ്രവണതകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു ഇഷ്യൂ അല്ല. ഇതിൻ്റെ ECM കംപ്ലയിൻറ്റ് വന്നാലോ BCM കംപ്ലയിൻറ്റ് വന്നാലോ ആണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. നമ്മൾ അങ്ങനെ BCM നമ്മൾ വെളിയിൽ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ BCMനെ ഒന്ന് ചെക്ക് ചെയ്യണം. BCM റിപ്പയർ ചെയ്യാത് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ നോക്കണം. സംടൈം ചില വണ്ടികൾക്ക് അതിൻ്റെ ECMലും ഇതേ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ വണ്ടിയിൽ BCM ആണ് ഇഷ്യൂ. അതായത് ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ കീ വന്നിട്ട് ഡിറ്റക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നം. ആ കീയിൽ വന്ന് വരുന്ന ഫ്രീക്വൻസി വന്നിട്ട് BCM ത്രൂ ECMലോട്ട് പോകുന്നതാണ്. അപ്പം BCM വന്നിട്ട് ഇങ്ങനൊരു കീ വണ്ടിയുടെ ആണെന്ന് അറിയിക്കുന്നു. അപ്പം ECM അത് വണ്ടിയുടെ കീ ആണെന്ന് അനലൈസ് ആയതിന് ശേഷം മാത്രമാണ് വണ്ടിയിലോട്ട് സ്റ്റാർട്ടിംഗ് സെക്ഷനിലുള്ള ഫ്യൂവൽ കൊടുക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ BCMന് സംഭവിച്ചിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ ആ ഇഷ്യൂ നമ്മളിന്ന് പരിഹരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയുടെ BCM വന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിലിട്ട് നോക്കാം. അപ്പം വണ്ടിയിൽ കീയുടെ വാണിംഗ് പോയിട്ടുണ്ട്, നമ്മുടെ വണ്ടി ശരിയായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വാണിംഗ് ആർക്കെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തുള്ളൊരു ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യനെ കാണിച്ച് ആ വണ്ടിയുടെ കീയോ അല്ലെങ്കിൽ BCMോ ECMോ ആയിരിക്കും പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന് വേണ്ടിയിട്ട് വേറെ പണികളൊന്നും എടുത്ത് നിങ്ങളുടെ കാശ് കണ്ട് കളയാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, ഗുഡ് ബൈ.